രാജ്യത്തിൻ്റെ പല കേന്ദ്രങ്ങളിലും ഒരു ബ്ലാക്ക് ഔട്ട്, ഒരു കറണ്ട് പോകൽ സംഭവിക്കുന്നുണ്ട്. അച്യുതൻ ഡൽഹിയിൽ ചേരുന്നു. അച്യുതൻ, ഏതാണ്ട് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇരുട്ടിൽ ആയിട്ടുണ്ട് ഡൽഹി ഒന്നാകെ എന്നറിയാൻ കഴിയുന്നുണ്ട്. അത് മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമാണോ, അതിലപ്പുറം എന്തെങ്കിലും ഉണ്ടോ അച്യുതൻ? ഹാഷ്മി, രാജ്യവ്യാപകമായി നടക്കുന്ന മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിൽ 8 മണിയോടുകൂടിയാണ് ഈ വൈദ്യുതി മുടങ്ങിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലും രാഷ്ട്രപതി ഭവനിലും ഉൾപ്പെടെ 8 മണിയോടുകൂടി വൈദ്യുതി മുടങ്ങി. ചില ആശുപത്രികളിലും വൈദ്യുതി മുടങ്ങും എന്ന കാര്യം ഈ NDMC അറിയിച്ചിരുന്നു. ബാരാമുള്ള ജില്ലയിൽ 9:30 മുതൽ രാത്രി 12:30 വരെയാണ് വൈദ്യുതി മുടങ്ങുക. ബീഹാറിലും സമാനമായ രീതിയിൽ വൈദ്യുതി മുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എല്ലാ തരത്തിലും രാജ്യത്തെ പൗരന്മാരെ സജ്ജരാക്കുക എന്നൊരു ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് ഇത്തരം നീക്കങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തുന്നത്. നേരത്തെ വൈകിട്ട് 4 മണിയോടുകൂടി മോക്ക് ഡ്രില്ലുകൾ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലായി 200-ലധികം ഇടങ്ങളിലായി നടന്നിരുന്നു. അതിനുശേഷം അതിന്റെ തന്നെ തുടർ നടപടി എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വൈദ്യുതി മുടങ്ങി ബ്ലാക്ക് ഔട്ട് ആയിട്ട് ഉള്ള നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. ഹാഷ്മി, അച്യുതൻ, ഒരു പക്ഷേ അടുത്ത കാലത്തൊന്നും ഡൽഹി രാജ്യതലസ്ഥാനം ഒരു മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമാണെങ്കിൽ കൂടിയും എത്തരത്തിൽ രാത്രി ഇരുട്ടിലാണ്ടിരിക്കുന്നത് നമ്മുടെ ഓർമ്മയിലില്ല അച്യുതൻ. ഹാഷ്മി, തീർച്ചയായിട്ടും ഈ സമീപകാലത്ത് ഇത്തരം നീക്കങ്ങളിലേക്ക് രാജ്യം കടന്നിട്ടില്ല. ഇതാദ്യമായാണ് ഇത്തരത്തിൽ വൈദ്യുതി അടക്കം മുടക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം ഒരു ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് രാജ്യം ഇത്തരത്തിൽ ഒരു തയ്യാറെടുപ്പുകൾ ഇതിന്റെ ഭാഗമായി എടുക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പാക് പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യത്തെ പൗരന്മാരെ സ്വയം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വിവിധ ഇടങ്ങളിലായി ഈ മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ചത്. 8:15 വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലായിടത്തും ഇപ്പോൾ വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. 15 മിനിറ്റാണ് ഈ മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ടിട്ട് ഈ വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ട് ഉള്ള നീക്കങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലും രാഷ്ട്രപതി ഭവനിലും 8 മണിയോടുകൂടി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. രാജ്യത്തെ പലയിടങ്ങളിൽ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാലും നിലവിൽ ഇപ്പോൾ ഡൽഹിയിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഹാഷ്മി, ഡൽഹിയിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുക എന്നുള്ളതാണ് അച്യുതൻ പറയുന്നത്. അല്പസമയത്ത് നമ്മുടെ കാണുന്ന ഒരു വിൻഡോയിൽ ലൈറ്റ് തെളിയുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും നമ്മൾ വളരെ സക്സസ്ഫുൾ ആയ ഒരു മോക്ക് ഡ്രിൽ ഇന്ന് പൂർത്തിയാക്കിയ ദിവസമാണ്. നേരത്തെ 4 മണി മുതൽ 4:30 വരെയുള്ള സമയത്തെ ചെറിയ സൈറൺ, വലിയ സൈറൺ, അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഒക്കെ ഒട്ടുമിക്ക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിവുള്ളതാണ് എന്ന് വരുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ആവശ്യമുണ്ട് എന്ന അർത്ഥത്തിലല്ല, ഏതെങ്കിലും തരത്തിൽ ഭയക്കേണ്ടതല്ല, ഒരു മുന്നറിയിപ്പ്, ഒരു ജാഗ്രത എന്നുള്ളതിൽ കാണേണ്ടതാണ്. ഇത് പ്രധാനമായും അതിർത്തിയിലുള്ള സ്ഥലങ്ങൾ, പ്രധാനപ്പെട്ട നഗരങ്ങളിലാണ് ഇത്തരത്തിൽ ഒരു ബ്ലാക്ക് ഔട്ട് എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ലോഡ് ഷെഡിങ് 15 മിനിറ്റ് കറണ്ട് ഉണ്ടാകുന്ന കുറച്ചുകൂടി അതിർത്തിയിലേക്ക് പോകുമ്പോൾ, ബാരാമുള്ളയിലേക്ക് പോകുമ്പോൾ അത് 2-2.5 മണിക്കൂർ ഈ ബ്ലാക്ക് ഔട്ടിലേക്ക് പോകുന്നു. ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ്റെ ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ ഏത് രീതിയിൽ അതിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ മോക്ക് ഡ്രിൽ അടക്കമുള്ള കാര്യങ്ങൾ.